ട്രേഡിങ്ങിൽ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ മിസ്ലീഡ് ചെയ്യപ്പെടുന്ന ഒരു കണ്ടീഷനാണ്. സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിനെ നമ്മൾ നമ്മളുടെ അതായത് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസിന്റെ ഒരു പ്രോബബിലിറ്റി വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു സ്ട്രാറ്റജി. അപ്പം ഇതിന് കുറെ നിബന്ധനകളുണ്ട്. ഇങ്ങനെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിനെ നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ എന്താണ്, അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടീഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഹെഡ്ജിങ് പൊസിഷൻ ഉണ്ടാവും. അപ്പം നമ്മുടെ രീതിയിലാണെങ്കിൽ നമുക്കൊരു ഹെഡ്ജിങ് പൊസിഷൻ ഉണ്ട്. അതല്ലാതെ അതിനൊരു ടാർഗറ്റ് ഉണ്ടാവണം. അതായത് എന്തൊക്കെ കണ്ടീഷൻ ഉണ്ടെങ്കിലും മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഈ ഒരു റൂളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിലുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാക്കാൻ പറ്റണം. ആക്ച്വലി ഇതാണ് ഒരു സ്ട്രാറ്റജി. ഇതല്ലാത്ത പക്ഷം, അതായത് ഇപ്പം നമ്മൾ ഒരുപാട് ആളുകൾ സ്ട്രാറ്റജി ഉണ്ട് ഞങ്ങൾ പഠിക്കാൻ പോകുന്നു എന്ന് പറയുമ്പം ഒരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ ചിലപ്പോൾ ഒരു എൻട്രി, വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രി ചിലപ്പം പറഞ്ഞെടുക്കാൻ പറ്റുമായിരിക്കും. അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളതാണ്, അവിടെയാണ് നമ്മൾ പ്രോഫിറ്റും ലോസും ഒക്കെ ഉണ്ടാക്കുന്നത്. സോ അതുകൊണ്ട് ഹൈ പ്രോബബിലിറ്റി ഉള്ള ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ്, അതല്ലെങ്കിൽ ഒരുപാട് കാലം നമ്മൾ ഒരാൾ കണ്ട് പരിചരിച്ച ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കണ്ടീഷണലി നമുക്ക് ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു സ്ട്രാറ്റജി എന്നുള്ളതിൽ മീൻ ചെയ്യുന്നത്. ആക്ച്വലി ഒരു സ്ട്രാറ്റജി, ട്രേഡിങ്ങിലെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്.